ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ടോണർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ശരിക്കും ഒരു ഷോക്കിംഗ് റിസൾട്ട് തന്നെയാണ് ഈ ടോണർ യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു വിറ്റാമിൻ സിൻ്റെ ഫുൾ പാക്ക് എന്ന് വേണമെങ്കിൽ ഇതിന് പറയും ഈ ടോണറിന്. അപ്പോൾ നിങ്ങൾക്കറിയാലോ വിറ്റാമിൻ സി നമ്മുടെ മുഖത്തിന് നിറം വരാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. എല്ലാവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കി സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് അറിയാലോ, ഓറഞ്ചിൽ ഒരുപാട് വിറ്റാമിൻ സിൻ്റെ ഒരു കലവറ തന്നെയാണ് ഓറഞ്ച് എന്ന് പറയുന്നത്. ഓറഞ്ചിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഇത് ഒരു മാക്സിമം ഒരാഴ്ചത്തേക്കെല്ലാം ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കണ്ട. അപ്പോൾ ഓറഞ്ച് നീര് ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ അതുപോലെ തന്നെ ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അറിയാലോ, ലെമണും നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് എത്രത്തോളം സഹായിക്കും എന്നുള്ളത് ഒരുവിധം എല്ലാ ഫേസ് പാക്കുകളിലും നമ്മൾ യൂസ് ചെയ്യും. പിന്നെ വേണ്ടത് അരമുറി തക്കാളീൻ്റെ നീരാണ്. അപ്പോൾ ഇത് എല്ലാം കൂടി കൂടുമ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും അടിപൊളി ഒരു സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞെട്ടിക്കുന്ന മാറ്റം കാണാൻ പറ്റും. ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂണോളം റോസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മളിട്ട എല്ലാ സാധനവും വിറ്റാമിൻ സി നന്നായി അടങ്ങിയിട്ടുള്ളതാണ്. നമ്മൾ ഇതിൽ മുന്നേ ഒരു വിറ്റാമിൻ സി സെറം ഇട്ടിരുന്നു, അതിനെല്ലാം നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ലെമണിൻ്റെയോ ഓറഞ്ചിൻ്റെയോ എല്ലാ കുരുവും തക്കാളീൻ്റെ കുരു അതെല്ലാം ഉള്ളത് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. പിന്നെ മൊത്തത്തിലൊന്ന് മിക്സായി കിട്ടുകയും ചെയ്യും. പിന്നെ അതിൻ്റെ എല്ലാ ലിക്വിഡ്സും ഒരേപോലെ കിട്ടും അങ്ങനെ ഒന്ന് അരിച്ചെടുക്കുന്ന സമയത്ത്. എന്നിട്ട് ഇതുപോലെയുള്ളൊരു ബോട്ടിലേക്ക് ഇത് ഒഴിച്ച് വെക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് ശരിക്കും സ്പ്രേ ചെയ്ത് മുഖത്തേക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ള സ്പ്രേ ബോട്ടിലോ സെറം ബോട്ടിലോ എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങി സൂക്ഷിച്ചാൽ ഇതുപോലുള്ള സെറം ടോണേഴ്സ് എല്ലാം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ കുപ്പി നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രാവിലെയും രാത്രി നിങ്ങൾ മുഖം കഴുകിയതിന് ശേഷം ഇതിങ്ങനെ മുഖത്തേക്ക് അടിച്ചു കൊടുത്തതിന് ശേഷം മുഖത്തേക്ക് ഇങ്ങനെ ഡാബ് ചെയ്ത് പിടിപ്പിക്കുക. നിങ്ങളിത് കഴുകി കളയോ തുടച്ചാളിയോ ഒന്നും ചെയ്യരുത്. മുഖത്തേക്ക് ഇതിങ്ങനെ ആക്കി വെച്ച് കൊടുക്കണം. പിന്നെ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ടോണർ അടിച്ചതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മേലെ മേക്കപ്പ് എല്ലാം ഇട്ടാലും വളരെ നല്ലത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മേക്കപ്പ് പുറത്തു പോകുമ്പോൾ നിങ്ങളിത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മേലെ മേക്കപ്പ് ഇട്ടാലൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അതിന് ശേഷം ഞാനിതാ ഒരു അലോവേര ജെല്ല് മോയ്സ്ചറൈസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അലോവേര ജെല്ലും കൂടിയും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. അതായത് രാവിലെ ആയാലും രാത്രി ആയാലും മുഖത്തേക്കൊന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ മേലെ അലോവേര ജെല്ലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ ഇരുത്തുള്ളത് യൂസ് ചെയ്യുക. ഇതിങ്ങനെ ദിവസവും ചെയ്താൽ മുഖത്തെ കറുത്ത പാട് കരിവാളിപ്പ് എല്ലാം മാറി മുഖം ഈവണായിട്ട് കളറ് വരാൻ വേണ്ടിയിട്ടും നല്ല തിളക്കം വരാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ചർമ്മം തൂങ്ങിപ്പോവാതെ നല്ല ചെറുപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒരു അടിപൊളി സെറാണിത്. അതായത് ഒരു ടോണറാണിത്. അപ്പോൾ വിറ്റാമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുള്ളൊരു ടോണറാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇതേപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ദിവസവും യൂസ് ചെയ്യാം. അപ്പോൾ നല്ലൊരു തണുപ്പും ഉണ്ടാവും, നല്ലൊരു റീഫ്രഷ്മെൻ്റ് ആയിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഒരുപാട് സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്നതാണ് ഇതെല്ലാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.